ഹായ് ഫ്രണ്ട്സ്, പി എസ് സി അനലിസ്റ്റിൻ്റെ സ്മോൾ ടോപ്പിക് ജി കെയുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളായിട്ട് 50 ടോപ്പിക്കുകളോളം ചെയ്തിട്ടുണ്ട്. കാണാത്ത വിദ്യാർത്ഥികൾക്ക് അത് കാണാവുന്നതാണ്. നമുക്ക് 51ാമത്തെ ടോപ്പിക്ക് മുതൽ പഠിച്ചു തുടങ്ങാം. 51ാമത്തെ ടോപ്പിക്ക് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിന് സഹായിച്ച സംഘടന ഏതാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഏത് സംസ്ഥാനത്താണ് ഈ സംഘടന ഉള്ളത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. 2 ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് വിവരാവകാശ നിയമം പാസ്സാക്കിയത്, അതുപോലെ തന്നെ നിലവിൽ വന്നത് എന്നീ 2 ചോദ്യങ്ങൾ. പാസ്സാക്കിയതും വിവരാവകാശ നിയമം അതേപോലെ തന്നെ നിലവിൽ വന്നതും 2005 നമ്മളൊരു വിവരാവകാശത്തിനായിട്ടൊരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവരം നമുക്ക് ലഭിക്കുന്നത്, ഉദ്യോഗസ്ഥർ നമുക്ക് ആ വിവരം നൽകുന്നത് 30 ദിവസത്തിന് ഉള്ളിലാണ്. സാധാരണഗതിയിൽ 30 ദിവസത്തിനുള്ളിലാണ്. എന്നാൽ നമ്മൾ ആ ചോദിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആ അന്വേഷിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് എങ്കിൽ 48 മണിക്കൂർ, ഇവിടെ 48 ദിവസം എന്നാണ് എഴുതിയിരിക്കുന്നത്, അതൊന്ന് തിരുത്തി വായിക്കുക. 48 മണിക്കൂർ അഥവാ 2 ദിവസം. ഓപ്ഷനിൽ 48 മണിക്കൂർ എന്ന് തന്നെയാണ് തരാറ്. 48 മണിക്കൂറിനുള്ളിൽ അവരെന്ത് ചെയ്യണം, നമുക്ക് തരണം. സാധാരണഗതിയിൽ നമ്മളൊരു വിവരം അന്വേഷിച്ചാൽ ഉദ്യോഗസ്ഥർ നമുക്ക് തരേണ്ടത് 30 ദിവസത്തിനകം. എന്നാൽ നമ്മൾ അന്വേഷിക്കുന്ന ആ വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളതാണ് എങ്കിൽ 48 മണിക്കൂറിനകം വിവരം തരാൻ അവർ ബാധ്യസ്ഥരാണ്. മനസ്സിലായി കാണുമല്ലോ. മറ്റൊന്ന്, നമ്മൾ ഈ വിവരാവകാശത്തിനായിട്ട് കൊടുക്കുന്ന അപേക്ഷയുടെ ഫീസ് എത്രയാണ് എന്നുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം 10 രൂപ. ലാസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, 10 റുപ്പീസ്, 10 രൂപയാണ് ആ അപേക്ഷാ ഫീസ്. 52ാമത്തെ പോയിൻ്റ് CO2 അഥവാ കാർബൺ ഡയോക്സൈഡ്. നമുക്കറിയാവുന്നതാണ്, ആഗോളതാപനത്തിന് കാരണക്കാരാകുന്ന വാതകങ്ങൾ ഏവ കാർബൺ ഡയോക്സൈഡും മീഥെയിനും. ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതണം. ചില സമയത്ത് കാർബൺ ഡയോക്സൈഡ് മാത്രവും കാണാറുണ്ട്. ആഗോളതാപനത്തിന് കാരണക്കാരാകുന്ന വാതകങ്ങൾ കാർബൺ ഡയോക്സൈഡും മീഥെയിനും. പ്രകാശ സംശ്ലേഷണത്തിൽ സ്വീകരിക്കുന്ന വാതകം, സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്താണ്? ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം എന്താണ്? കാർബൺ ഡയോക്സൈഡും പുറത്തുവിടുന്ന വാതകം എന്താണ്? ഓക്സിജനുമാണ്. സാധാരണഗതിയിൽ സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡാണ്. സാധാരണഗതിയിൽ സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡാണ്. ഓർത്തു വയ്ക്കണം. ഓക്കെ. 53 ഏറ്റവും കൂടുതൽ PSC കുറച്ച് കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാര്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഏത് കൊല്ലമാണിത് നിലവിൽ വന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള സംസ്ഥാനം. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരിക്കൽ അല്ലെങ്കിൽ ഏകീകരണം മുഖ്യ പങ്ക് വഹിച്ചതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി മുഖ്യ പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി മുഖ്യ പങ്ക് വഹിച്ച മലയാളി അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ തലവനായ മലയാളി എന്നീ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം VP മേനോൻ. ഓക്കെ. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. 55ാമത്തെ പോയിൻ്റ്, മലയാള സാഹിത്യത്തിൽ നമ്മൾ പറയാറുള്ള ആ 3 അവാർഡുകളുടെ ആദ്യമായി നേടിയ ആളുകൾ ആരെല്ലാം? എഴുത്തച്ഛൻ ശൂരനാണ്. എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയത്
പാല നാരായണൻ നായർ. വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയത് പാല നാരായണൻ നായർ. വയലാർ അവാർഡ് ആദ്യമായി നേടിയത് ലളിതാംബിക അന്തർജനം. ഏത് സാഹിത്യത്തിനാണ് അല്ലെങ്കിൽ ഏത് കൃതിക്കാണ് അവർ വയലാർ അവാർഡിന് അർഹയായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അഗ്നിസാക്ഷി. നമുക്കറിയാവുന്ന കാര്യമാണ്. അഗ്നിസാക്ഷി എഴുതിയത് ആര് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ലളിതാംബിക അന്തർജനം. 56-ാമത്തെ ചോദ്യം, UN സെക്രട്ടറി ജനറലായത് അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറൽ ആയ വ്യക്തി അന്റോണിയോ ഗുട്ടറൻസ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും അടുത്ത തോഴനായ അന്റോണിയോ ഗുട്ടറൻസ് ജനിച്ചത് പോർച്ചുഗലിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം പോർച്ചുഗലിലാണ്. 57-ാമത്തെ ചോദ്യം, ഈ 3 ദിനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. ലോക ഭൗമദിനവും ലോക ജലദിനവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22 ലോക ഭൗമദിനം, ലോക ജലദിനം മാർച്ച് 22. അതുപോലെ തന്നെ സാർവദേശീയ മനുഷ്യാവകാശ ദിനം എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഡിസംബർ 10 വീണ്ടും PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. 58, ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം 1836 സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. തമിഴ്നാട്ടിലെ സ്വാമിത്തോപ്പിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാരെ? വൈകുണ്ഠ സ്വാമികൾ. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന പ്രസിദ്ധ മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ചാന്നാർ ലഹള, അതിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം 1836 സ്ഥാപിച്ച വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ സ്വാമിത്തോപ്പിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മറ്റൊരു ചോദ്യം, വേല ചെയ്താൽ കൂലി കിട്ടണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 59, കുറച്ച് കാലങ്ങളായിട്ട് SCERT ടെക്സ്റ്റിലെ ഒരു ചെറിയ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. മിഷണറി സംഘങ്ങൾ മായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ ഏത് ജില്ലയിലാണ് പ്രധാന പ്രവർത്തന മേഖലയായിട്ട് ഉള്ളത്? തിരുവനന്തപുരം ജില്ലയിൽ. ലണ്ടൻ മിഷൻ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തന മേഖലയായിട്ട് ഏത് ജില്ലയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്? തിരുവനന്തപുരം. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി, മലബാർ എന്നീ മേഖലകളിൽ അവരുടെ പ്രവർത്തനത്തെ നടത്തിയിരുന്നു, അല്ലെങ്കിൽ കൊച്ചിയിലും മലബാറിലും അവരുടെ പ്രവർത്തന മേഖലകളിലാക്കി മാറ്റിയിരുന്നു. 60-ാമത്തെ ചോദ്യം, 2 എഴുത്തുകാർ. ചില നോവൽ എഴുതുന്നതിന് 2 എഴുത്തുകാർ ഉണ്ടായിരുന്നു. അതിനുള്ള ഉദാഹരണമാണ് ചില PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അറബി പൊന്ന് എന്ന് പറയുന്ന നോവൽ MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയതാണ്. അതുപോലെ തന്നെ മാധവിക്കുട്ടിയും മോഹനവർമ്മയും കൂടി ചേർന്ന് എഴുതിയ നോവലാണ് അമാവാസി. നവഗ്രഹങ്ങളുടെ തടവറ എന്ന് പറയുന്ന നോവൽ എഴുതിയത് സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നാണ്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ 60 ടോപ്പിക്കുകൾ ഇവിടെ തീർന്നിരിക്കുന്നു.